ഹായ് മക്കളെ, ഈ വരുന്ന 17-ാം തീയതിയാണ് ഫിസിക്സിൻ്റെ മോഡൽ എക്സാം നടക്കാനിരിക്കുന്നത്. ഇത് വെറും ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടി കൊടുത്ത തമ്പനയിലല്ല വരാനിരിക്കുന്ന മോഡൽ എക്സാം ബുദ്ധിമുട്ടാവുമെന്നുള്ളത്, മറിച്ച് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടാവുമെന്ന് പറയുന്നത്? അത് പലരുടെയും മനസ്സിൽ ആദ്യം തന്നെ വരുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബോർഡ് എക്സാമിനേക്കാളും ക്രിസ്മസ് എക്സാമിനേക്കാളും ഓണപ്പരീക്ഷയേക്കാളും സ്റ്റാൻഡേർഡ് കൂടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുഴപ്പിക്കുന്നൊരു ചോദ്യപേപ്പർ ആയിരുന്നു വന്നിരുന്നത്. സോ അതേ പാറ്റേൺ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി 17-ാം തീയതി നിങ്ങൾ കാണാനിരിക്കുന്ന ഫിസിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറും നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അതെല്ലാവരും കംപ്ലീറ്റ് ആയിരുന്നു കാണുക, എങ്കിലേ അതിൻ്റെ സൊല്യൂഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വെയിറ്റേജിലാവണമെന്നില്ല പരീക്ഷയിൽ കാണാൻ പോകുന്നത്. ഏറ്റവും ഈസി ആയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആക്സിയലിൻ്റെ ഒരു ഡെറിവേഷൻ, നമ്മുടെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന 1-ാമത്തെ ചാപ്റ്ററിന് ആക്സിയലിൻ്റെ ഡെറിവേഷൻ, നിങ്ങളത് എത്ര മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മളൊരു 3 മാർക്ക് ഏറ്റവും കുറഞ്ഞത് ആ ഡെറിവേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു 5 മുതൽ 6 മിനിറ്റ് ആയിരിക്കും നമ്മൾ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡയഗ്രാം വരച്ച് പ്രൊസീഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എടുക്കുന്ന സമയം. പക്ഷേ കഴിഞ്ഞ മോഡൽ എക്സാം ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾക്ക് ആ ചോദ്യം 2 മാർക്കിന് കാണാൻ സാധിക്കും. സോ ആക്സിയൽ 2 മാർക്കിന് വരിക മീൻസ് നിങ്ങളുടെ ടൈം കംപ്ലീറ്റ്ലി തകിടം മറിയുന്ന ഒരു പരിപാടിയാണ്. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് നിങ്ങൾ ഇടുന്ന ആ ഒരു ടൈമിന് ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ ബാക്കിയുള്ള വെയിറ്റേജ് കൂടി ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയം കിട്ടാത്തൊരു പ്രശ്നം പലർക്കും വരാറുണ്ട്. പ്രധാനമായ കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനും ഇത്ര മാർക്ക് വെയിറ്റേജ് വൈസ് ആണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഉദാഹരണം ഇലക്ട്രിക് ചാർജ് ആണ് 8 മാർക്ക്, ഇലക്ട്രിക് പൊട്ടൻഷ്യലും അതുപോലെ 7 മുതൽ 8 മാർക്ക്, കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഒരു 6 മാർക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത്, റൈറ്റ്? അത് മുഴുവൻ തകിടം മറിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ് ചിലപ്പോഴൊക്കെ മോഡൽ എക്സാമിന് കാണാറുണ്ട്. ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യം എക്സ്പെക്ട് ചെയ്ത് പോകുന്ന കുട്ടിക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കിളിവാറാവുമല്ലോ. അതേ പ്രശ്നങ്ങൾ പല ചാപ്റ്റേഴ്സിനും സംഭവിക്കാം. നമ്മൾ വിചാരിക്കുന്ന വെയിറ്റേജ് സിസ്റ്റത്തിൽ ഒതുങ്ങുന്ന ചോദ്യ പേപ്പർ ആവണമെന്നില്ല മോഡൽ എക്സാമിന് എപ്പോഴും വരുന്നത്. കാരണം പലപ്പോഴും അതിൽ മാറ്റം സംഭവിക്കാറുണ്ട്. മൂന്നാമത്തെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യങ്ങൾ വരും, 2-ാമത്തെ ചാപ്റ്ററിന് ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, 3-ാമത്തെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വീസ്റ്റം ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അത് ചോദ്യ പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണ് എന്ന് നിരന്തരം പറയാറുള്ളത്. മറിച്ച് സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടായി മാറുന്നത് സ്ഥിരമായിട്ടുള്ള പ്രക്രിയയാണ്. സോ അതേ സംഭവം വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും എക്സ്പെക്ട് ചെയ്യാറുള്ള ചോദ്യങ്ങൾ അതുപോലെ ചോദ്യ പേപ്പറിൽ കാണണമെന്ന് നിർബന്ധമില്ല. സോ അവിടെ നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് സ്ഥിരം ചോദ്യങ്ങൾക്കപ്പുറം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനപ്പുറം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സൈസ് ക്വസ്റ്റ്യൻസിനും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിനുമാണ്. അവയാണ് നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ ചോദ്യ പേപ്പറിൽ കാണാനിടയുള്ളത്. അതായത് ചിലപ്പോൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തു എന്ന് വിചാരിക്കാം. A ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെറിവേഷൻ ആയിരിക്കാം. B ക്വസ്റ്റ്യൻ ആ ഡെറിവേഷൻ ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കാം. അത് മേ ബി ചിലപ്പോൾ നിങ്ങൾ കാണണമെന്നില്ല, കാരണം അത് NCERT എന്നുള്ള എക്സൈസ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ അവർ പിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ നിങ്ങളൊന്ന് പേടിക്കും. അയ്യോ, A അറ്റൻഡ് ചെയ്ത B എനിക്ക് കിട്ടില്ലല്ലോ. അടുത്തൊരു ചോദ്യം എടുക്കുമ്പോൾ അതിനും അതേ പ്രശ്നം ഉണ്ടാവും. A ഓക്കെ ആയിരിക്കും, B നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കണമെന്നില്ല. സോ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഓൾറെഡി തന്നെ എന്താണ്, ഇത് സംഭവിക്കും, ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്, ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നൊരു ഇഷ്യൂ ആണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലൊക്കെ വേണം. അടുത്തൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ടില്ല, മറിച്ച് എനിക്ക് പറയാനുള്ളത്, ഫിസിക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ പരീക്ഷയാണ്. ഇത് പാളിയാൽ മോഡൽ എക്സാം മുഴുവൻ പാളിയതിന് തുല്യമാണ്. ശരിയല്ലേ? കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, ഇപ്പോൾ ഇവിടെയുള്ള കോൺഫിഡൻസ് ലെവൽ നേരെ ഒറ്റ താഴോട്ട് അങ്ങ് പോകും. പിന്നെ അടുത്തത് വരാതിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഈ ഫിസിക്സിനകത്ത് നേരെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇനി വരാനിരിക്കുന്ന കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഒക്കെ ഇരുന്ന് പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന തോന്നൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി തോന്നും. എന്തിനാണ് ഞാനിങ്ങനെ പഠിക്കുന്നത്, ഇതൊന്നും എനിക്ക് എക്സാം പേപ്പറിൽ അല്ലെങ്കിൽ ഉത്തരക്കടലാസിൽ എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നൽ വരും, റൈറ്റ്? സോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്, ഒരു റിക്വയർമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അതിനനുസരിച്ചേ ബാക്കിയുള്ള പരീക്ഷകളിൽ നിങ്ങളുടെ പെർഫോമൻസ് ഉണ്ടാവുകയുള്ളൂ. സോ ഇവിടെ പാളിയാൽ മൊത്തത്തിൽ പാളും എന്ന ലെവലിലോട്ട് നിങ്ങൾ മാറും.
സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷനാണ് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നടക്കാനിരിക്കുന്ന സൂപ്പർ 60 എന്ന് പറയുന്നത്. സൂപ്പർ 60 മാത്രം മതി, സൂപ്പർ 60 മാത്രം മതി. കാരണം ഓൾറെഡി നമ്മൾ 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. 14 ചാപ്റ്റേഴ്സിനുള്ള 100 കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻസ് പഠിച്ചാണ്. ഇനി നമ്മൾ കാച്ചി കുറുക്കിയ ഒരു 60 ചോദ്യങ്ങളാണ് എക്സാം പേപ്പറിൽ നിങ്ങൾ കാണാനിരിക്കുന്ന 60 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സൂപ്പർ 60ക്കകത്ത് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. എക്സാമിൻ്റെ രാവിലെ കൃത്യം 6 മണിക്ക് ബൂസ്റ്റർ, എക്സാം ബൂസ്റ്ററുമായിട്ടും ഞാനും ജസീൽ സാറും വരുന്നതായിരിക്കും. സോ അതിനകത്തും കൂടുതലും നമ്മൾ ഊന്നൽ കൊടുക്കുന്ന NCERTയിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിനും എക്സൈസ് ക്വസ്റ്റ്യൻസിനുമാണ്. സോ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് പഠിച്ചു, സൂപ്പർ 60 പഠിച്ചു, ബൂസ്റ്റർ പഠിച്ചു എങ്കിൽ വേറൊന്നും വേണ്ട. പിന്നെ ഏത് തലതൊട്ടപ്പൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും നിങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞാൽ മുഴുവൻ ചോദ്യത്തിനും ഉത്തരം അടിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട. നമ്മൾ ഫിസിക്സ് എക്സാം ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്, ഫുൾ മാർക്ക് അടിച്ചെടുക്കാൻ പോവുകയാണ്. കോൺഫിഡൻ്റ് ആയിരിക്കുക. ഇന്നത്തെ ലൈവ് മറക്കരുത് മക്കളെ. 7 മണിക്കാണ് സൂപ്പർ 60. ലൈവിൽ കാണാം. ബൈ.